ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. രണ്ട് രീതിയിൽ ഉള്ള ഹെൽത്തി ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. നമ്മൾ ചെമ്പരത്തിയും ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഇന്ന് ഡ്രിങ്ക് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മൾ 2 പാത്രത്തിലും അതിൻ്റെ ഇതളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കുറച്ച് അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇതിലുള്ള കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് ആയി കിട്ടും. എന്നിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കേണ്ട 2 ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിടാം. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര ഇട്ടാൽ മതി. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് എടുത്തിടാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കളറുണ്ട്, സൂപ്പർ ഡ്രിങ്കാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ നമ്മൾ സിറപ്പാക്കി വെച്ചതാണ്, അതാകുമ്പോൾ എളുപ്പം കഴിയുമല്ലോ. ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടാം. ഇതിലേക്ക് നമുക്ക് ഈ ചെമ്പരത്തിയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, എത്രയാണോ വേണ്ടത് അത്ര ഉണ്ടാക്കാം. ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു മാജിക്കൽ ഡ്രിങ്ക് കൂടി. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. രണ്ടിലും നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ കളർ ചേഞ്ച് ആയത് ഇപ്പോൾ വയലറ്റ് കളറായി. ഇതിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. നല്ല ഡാർക്ക് ചുവപ്പ് കളറുമായി. ഇത് രണ്ടും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മക്കൾക്കൊക്കെ കളർ ഡ്രിങ്ക്സ് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. കഴിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമുക്കിത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്
ഈ ശംഖുപുഷ്പത്തിൻ്റെതാണ്. അതിന് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാണാൻ തന്നെ അവർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ അവർ ഇഷ്ടപ്പെടും, അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഓക്കെ, ഇനി അടുത്തൊരു ടിപ്പുമായിട്ട് കാണുന്നവരെ